അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സെൽഫി ഉണ്ടല്ലോ, നമ്മൾ സെൽഫി മൊക്കന, അതുകൊണ്ട് ചെറിയൊരു കുഞ്ഞുടുപ്പ് അടിക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ സെൽഫി നമ്മളിടുന്ന അതേ രൂപത്തിലാണ് വെച്ചിട്ടുള്ളത്. അത് നമുക്കൊന്ന് കോണാക്കിയിട്ട് ഒന്നാണ്ട് മടക്കി കൊടുക്കണം കേട്ടോ. 4 പീസ് വരുന്ന രൂപത്തിൽ ഒന്ന് കോണാക്കി മടക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇങ്ങനെ കറക്റ്റ് അളവ് തന്നെ മടക്കി കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഏത് ഡ്രസ്സാണോ അളവെടുക്കുന്നത് ആ ഡ്രസ്സ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അളവെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഡ്രസ്സിനേക്കാളും ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ വരച്ച് കൊടുക്കാനായിട്ട്. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യണം കേട്ടോ. അപ്പം പിന്നെ പെട്ടെന്ന് നമുക്ക് തയ്ക്കാൻ പറ്റും കേട്ടോ. ഇറക്കം ഒരു 1/2 ഇഞ്ച് മടക്കി അടിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടിയെടുക്കണം കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് അളവ് തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇറക്കം ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല വിരിഞ്ഞ് നിൽക്കുന്ന രൂപത്തിൽ ആവുള്ളൂ കേട്ടോ. ഇത് ഞാൻ അംബ്രല്ല കട്ടിങ് ഇല്ലേ ആ രൂപത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാനിതാ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കൈ അളവെടുക്കാം. കൈ ഒരു മോഡൽ കൈയാണ്, അതുകൊണ്ട് ഞാൻ ലേശം കൂടി അളവ് കൂടുതലാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. കൈയിനേക്കാളും കൂടുതലായിട്ടാണ് കൈ അളവ് എടുക്കുന്നത്. അതങ്ങനെ ഒരു മോഡലാണ് കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പം ഞാനിതാ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കഴുത്തിനുള്ള അളവെടുക്കാം. അപ്പോൾ അതിന് ഞാനിതാ ലൈനിങ്ങിൻ്റെ ഒരു ചെറിയൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതുമ്പോഴാണ് കേട്ടോ ഞാൻ കഴുത്ത് കട്ട് ചെയ്യണത്. ഇനി കഴുത്തിന് നമുക്ക് അളവെടുക്കാം. കഴുത്തിന് അളവെടുത്തിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഒരു 1.25 ഞാൻ അളന്നെടുത്തിട്ടുള്ളത്. താഴേക്കൊരു 2 ആണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതേപോലെ വീതി നമുക്ക് നോക്കണം കേട്ടോ. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കുന്നത് കേട്ടോ. ഇത് ഫ്രണ്ട് പാർട്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ വരച്ച് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കഴുത്താണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം ഞാനിതാ ഫ്രണ്ട് പാർട്ടായിരുന്നു വരച്ചിട്ടുള്ളത്. ഇനി ബാക്ക് പാർട്ടാണ് കേട്ടോ കട്ട് ചെയ്യണത്. അതിനേക്കാളും കുറച്ചും കൂടെ ആണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യണത്.
ഇത് ബാക്ക് പാർട്ടാണ് കേട്ടോ ഫസ്റ്റ് കട്ടിങ്. ഇനി ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ തുണി ഇതാ നമ്മുടെ നല്ല തുണിൻ്റെ മുകളിൽ വെച്ചിട്ട് റൗണ്ടിൽ ഇങ്ങോട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. കഴുത്ത് അതേപോലെ ബാക്ക് പാർട്ടും നമുക്ക് കഴുത്ത് അങ്ങനെ അടിച്ചിട്ട് വരാം. ഞാനിതാ അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി അതൊന്നാണ് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇങ്ങനെ ചെറിയതായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് നമ്മളെ സ്റ്റിച്ചിമ്മ തട്ടാതെ ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് ഒന്നാണ്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നല്ല വൃത്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വളവൊന്നും ഇല്ലാണ്ട് നല്ല വൃത്തിയിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി അങ്ങനെ മറിച്ചിട്ടിട്ട് അവിടെ ഒന്നാണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരട്ടെ കഴുത്ത്. അപ്പോൾ ഞാനിതാ കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ ബാക്ക് പാർട്ടും അതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നാണ്ട് ഷോൾഡർ ഒന്നാണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കൈ ഒന്നങ്ങാണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കൈ ഇതാ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഒരു വെറൈറ്റി കൈയാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതാ രണ്ട് സൈഡും ഒന്നാണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതേപോലെ അടിഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ എല്ലാ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുടുപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടൺ ഒന്ന് അമർത്തി കൊടുക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.